الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്നും അവന്റെ മലക്കുകൾ കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നും ആ രേഖ പാരത്രിക ലോകത്ത് നമുക്ക് മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നും തദടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും ഒറ്റയ്ക്ക് നിന്ന് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുമുള്ള ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറ ഇസ്രാഇന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വളരെ അർത്ഥവത്തായ, വളരെ അർത്ഥഗർഭമായ ചില അധ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. അല്ലാഹു പഠിപ്പിക്കുന്നത് വലഖദ് കറംനാ
ബനി ആദം, ആദമിന്റെ മക്കളെ നാം ഇക്റാം ചെയ്തിരിക്കുന്നു. അഥവാ കറാമത്ത്, ഇക്റാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുക, ആദരിക്കുക എന്നാണ് അർത്ഥം. ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. നാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ഒരുപാട് സൃഷ്ടികളിൽ നിന്നും സൃഷ്ടികളിൽ അധികത്തിനേക്കാളും നാം അവർക്ക് ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്, ഫദ്ല് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കണം. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? നമ്മൾ മനുഷ്യരാണ്, ആദമിന്റെ സന്തതികളാണ്. നമ്മൾ മാത്രമാണോ? അല്ല. മുസ്ലിമീങ്ങൾ മാത്രമാണോ? അല്ല. ഏതെങ്കിലും ദൈവവിശ്വാസികൾ, മതവിശ്വാസികൾ മാത്രമാണോ? അല്ല. മതമുള്ളവനും മതമില്ലാത്തവനും ആദമിന്റെ സന്തതികളായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നവരെ കുറിച്ചിട്ട് അല്ലാഹു പറയുന്ന വർത്തമാനം വലഖദ് കറംനാ ബനി ആദം. അവിടെ മതത്തിന്റെയോ ഭാഷയുടെയോ ജാതിയുടെയോ നിറത്തിന്റെയോ രാജ്യത്തിന്റെയോ ഒന്നിന്റെയും വേലിക്കെട്ടുകളില്ലാതെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളായി ഈ ഭൂലോകത്ത് പിറന്ന മുഴുവൻ ആളുകളെയും വലഖദ് കറംനാ, നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹുവാണ് പറയുന്നത്, നാം ആദരിച്ചിരിക്കുന്നു. ഇവിടെ അല്ലാഹു ഈ അധ്യാപനം, ഈ വചനം നമുക്ക് അവതരിപ്പിച്ചു തരുന്നതിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ നമുക്ക് എത്തിച്ചു തരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹ് ആദരിച്ചിട്ടുണ്ട് മനുഷ്യരെ. അല്ലാഹ് മുസ്ലിമീങ്ങൾ ആദരിച്ചിട്ടുണ്ട് എന്നല്ല, അല്ലാഹ് നമ്മളെ കുറച്ചാളുകൾ ആദരിച്ചിട്ടുണ്ട് എന്നല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ആദരിച്ച ഈ മനുഷ്യ വിഭാഗത്തെ ആദരിക്കാൻ, മനുഷ്യരെ ആദരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു ആദരിച്ച ഈ മനുഷ്യ വിഭാഗത്തെ റെസ്പെക്ട് ചെയ്യാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരവോടുകൂടി നോക്കിക്കാണാൻ, അവരുടെ മാന്യതക്കും മാനത്തിനുമൊക്കെ വില നൽകാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നർത്ഥം. നോക്കൂ, അവരുടെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാം. മൻ റദ്ദ അൻ ഇർദി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഒരു മനുഷ്യന്റെ മാനം നമ്മൾ കാത്താൽ, നമ്മൾ ഒരു ആൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഒരാളുടെ ന്യൂനത എനിക്കറിയാം, നിങ്ങൾക്കറിയാം, പക്ഷേ നമ്മളത് മറ്റൊരാളോട് പറഞ്ഞില്ല, സമൂഹ മധ്യത്തിൽ അയാളെ നമ്മൾ അവഹേളിച്ചില്ല, സമൂഹ മധ്യത്തിൽ അയാളെ നമ്മൾ സംരക്ഷിച്ചു, നമ്മൾ അത് അറിയാത്തതുപോലെ നടന്നു എന്നർത്ഥം. നമ്മളത് മറച്ചു വെച്ചാൽ, ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നമ്മൾ സംരക്ഷിച്ചാൽ എന്താ അതിന്റെ പ്രതിഫലം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവനെ അല്ലാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കും. ഒരു മനുഷ്യന്റെ പവിത്രതയാണത്, ഒരു മനുഷ്യന്റെ മാനത്തിന്റെ പവിത്രതയാണത്. അവനെ അത് കാരണം ഒരു മനുഷ്യനെ അവഹേളിക്കാതിരുന്നതിൽ, ജനങ്ങൾക്കിടയിൽ അവനെ അപമാനിക്കാതിരുന്നതിൽ, അവന്റെ മാനം അവൻ സംരക്ഷിച്ചതുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സ്വഹാബത്തിനോടായി ഒരിക്കൽ പറഞ്ഞു, വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് സ്വഹാബത്തിനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത് യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാന ഖൽബ. ഖൽബിലേക്ക് ഈമാൻ പ്രവേശിക്കാത്തവരെ, കേവലം നാവുകൊണ്ട് മാത്രം മുഅ്മിനാണെന്ന്, വിശ്വാസിയാണെന്ന് പറയുന്നവരെ എന്ന് പറഞ്ഞിട്ടാണ്, എന്ന് വിളിച്ചിട്ടാണ് റസൂലുള്ള കാര്യം പറയുന്നത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലാ തഗ്താബിൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാത്തിഹിം ഫഇന്നഹു മൻ ഇത്തബഅ ഔറാത്തിഹിം യത്തബിഉ അല്ലാഹു ഔറത. നിങ്ങൾ മറ്റുള്ളവരുടെ പിറകെ പോകരുത്,
മറ്റുള്ളവരുടെ കുറ്റവും കുറവും വലാ തത്തബിയു ഔറാത്തിഹിം, അവരുടെ നഗ്നതകൾ, അവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നിങ്ങൾ നടക്കരുത്. ഇനിയോ ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറത, ആരുടെയെങ്കിലും കുറ്റവും കുറവും അന്വേഷിച്ച് നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ന്യൂനതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ, അതിനെ ഫോളോ ചെയ്യാൻ, അതിനെ പിന്തുടരുന്നത് ആരായിരിക്കും അറിയോ? അല്ലാഹുവായിരിക്കും. വമൻ യത്തബിഉല്ലാഹു ഔറതഹു യഫ്ദഹു ഫീ ബൈതിഹി, തന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാലും അള്ളാഹു നമ്മുടെ പിറകെ നടന്നാൽ, നമ്മുടെ ന്യൂനത അന്വേഷിച്ചാൽ, അവന്റെ വീട്ടിലാണെങ്കിലും അവനെ അള്ളാഹു വഷളാക്കുമെന്നും അപമാനിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയോട്, ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും അത് പരത്തുന്നത് പോട്ടെ, അത് പറയുന്നത് പോട്ടെ, അത് അന്വേഷിക്കാൻ പോലും, അതിന് ചുഴിന്നന്വേഷിക്കാൻ പോലും, അതിന്റെ പിറകിൽ പോകാൻ പോലും വിശ്വാസിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ലൈക്കും അതുപോലെ തന്നെ റീച്ചും വ്യൂസും ഒക്കെയാണ് സർവവും എന്ന് തെറ്റിദ്ധരിക്കുന്ന പുതിയ തലമുറയിലെ യുവതികളും യുവാക്കളും ഒക്കെ കടന്നു വരുന്നു. യുവതികളും യുവാക്കളും മാത്രമല്ല, വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയവർ പോലും ഈ രൂപത്തിൽ റീൽസ് എടുക്കാനും ഷോർട്സ് എടുക്കാനും വീഡിയോകൾ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അതിനുള്ള സാഹസികതകളിൽ നമ്മൾ വാർത്തകളിലൊടുക്കൽ എത്രയെത്ര ജീവനുകളാണ് റീൽസ് എടുക്കാനുള്ള സാഹസികമായ റീൽസിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ജീവൻ പൊലിഞ്ഞ വാർത്തകൾ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഏറെ ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പാരത്രിക ലോകത്ത് ഏറെ അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. സോഷ്യൽ മീഡിയയിലൂടെ ദഅവത്ത് നടത്തുന്നവരുണ്ട്, ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്നതുണ്ട്. അതാണ് ഒരു വിശ്വാസി അവിടെ എടുക്കേണ്ട നിലപാട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു വിശ്വാസി സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളും അവൻ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ തന്നെയാണ്. നന്മക്കും തിന്മക്കും ഉപയോഗിക്കാവുന്ന പലതും നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വരുമ്പോ ഇത് എങ്ങനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, ഇതെങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാം, ഇതാണ് ഒരു വിശ്വാസി അന്വേഷിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടത്. നോക്കൂ, നമുക്കറിയാത്ത വിവരങ്ങൾ ഷെയർ ചെയ്യുന്നു. ആരോ ഒന്ന് പോസ്റ്റ് ചെയ്തു, നമ്മൾ പൊടുന്നനെ കണ്ടതുപോലെ കേട്ടതുപോലെ നമ്മളും ഷെയർ ചെയ്യുകയാണ്. ആയിരങ്ങളിലേക്ക് അത് പടർന്നു പന്തലിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനം അള്ളാഹു പറയുന്നത് എന്താ? വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു പഠിപ്പിക്കുന്നത് നിനക്കറിവില്ലാത്തതിന്റെ പിറകെ നീ നടക്കരുത്, നിനക്കറിവില്ലാത്തതിന്റെ പിറകെ നീ പോകരുത്. കാരണം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ, അല്ലാഹു നിനക്ക് തന്ന ഹൃദയമുണ്ടല്ലോ, നിന്റെ കാഴ്ചയുണ്ടല്ലോ, നിന്റെ കേൾവിയുണ്ടല്ലോ, സർവ്വതും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം റബ്ബിന്റേതാണ്, റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. ഏത് രൂപത്തിലാണ് നീ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ചോദ്യം ചെയ്യും. ഇതാണ് ഒരു ഏത് വിഷയങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഏത് അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോഴും വിശ്വാസി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, നമുക്കറിവില്ലാതെ ഒരു നേരത്തെ മുൻകാലത്ത് ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്താൽ അത് കുറച്ചാളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കും, അതറിയുന്നവരിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അതിന്റെ വ്യാപനത്തിന് ഒരു പരിധിയുണ്ടായിരുന്നു. അത് ഒരു ചുരുങ്ങിയ കാലയളവിന് മാത്രമേ ഉണ്ടാവുക. അത് കാലങ്ങളോളം മനുഷ്യർ ഓർത്തു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലോ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോ അതിന്റെ പരിമിതി എവിടെയാണ്? അത് എത്ര ആയിരങ്ങളിലേക്കാണ് എത്തുന്നത്? ഏതൊക്കെ ദേശങ്ങളിലേക്ക്, രാഷ്ട്രങ്ങളിലേക്ക്, എവിടെയൊക്കെയാണ് അത് എത്തിച്ചേരുന്നത്? ഇത്ര കാലമാണ് മായ്ക്കപ്പെടാതെ ജനഹൃദയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അത് വീണ്ടും വീണ്ടും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. അതറിയാതെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എന്നുള്ളത്
അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. വിശ്വാസിയെ കുറിച്ച്, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ കള്ളനാവാൻ അത് മതി എന്നുള്ളതാണ്. നോക്കൂ, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. കേൾക്കുന്നതൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കേൾക്കുന്നതൊക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് സ്റ്റാറ്റസ് വെച്ചിട്ടില്ല എങ്കിൽ, അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല എങ്കിൽ, അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടില്ല എങ്കിൽ അത് മനസ്സിനൊരു സമാധാനം കിട്ടില്ല. നീ കള്ളനാവാൻ ആ സ്വഭാവം തന്നെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ആകാശലോകങ്ങളിൽ വെച്ച് കണ്ട ചില സംഭവങ്ങൾ വിവരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാ ഞാൻ 2 ആളുകളെ കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ കവിൾത്തടങ്ങൾ ഇരുമ്പിന്റെ കൊളുത്തുകളെ കൊണ്ട് വലിച്ചു കീറുന്ന വളരെ ഭയാനകമായ നിന്ദ്യമായ ശിക്ഷ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താണിത്? പറഞ്ഞു, അന്വേഷിച്ചപ്പോ പറഞ്ഞു, ചക്രവാളങ്ങൾ നിറയുമാറ് കള്ളം പ്രചരിപ്പിച്ച മനുഷ്യനാണത്. അതെ, ഒരു ഷെയറിലൂടെ തന്റെ പ്രേക്ഷകരിലേക്ക്, തന്നെ വാച്ച് ചെയ്യുന്നവരിലേക്ക്, ആയിരങ്ങളിലേക്ക് ഒരു ഫോർവേഡിലൂടെ, ഷെയറിലൂടെ, ഒരു ബട്ടൺ അമർത്തിയതിലൂടെ ആളുകളിലേക്ക് ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾക്ക് പാരത്രിക ലോകത്ത് വെച്ച് ലഭിക്കുന്ന ശിക്ഷയാണ് ഖിയാമത്ത് നാൾ വരെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായി കൊണ്ട് മറുപടി കൊടുക്കുന്നു. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാത്തവർ. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ വളരെ വേദനയോടുകൂടെ കേട്ടത് ഒരു സഹോദരന്റെ ആത്മഹത്യയാണ്. എന്തേ കാരണം? സോഷ്യൽ മീഡിയ ആണ് അതിന് കാരണം. തന്നെ യാത്രക്കിടയിൽ പ്രയാസപ്പെടുത്തിയ ഒരു വീഡിയോ ഒരു യുവതി അത് ചിത്രീകരിക്കുകയാണ്. അതൊരു രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ കൈവശം വെക്കുകയാണ്. എന്താണ് അവർക്ക് അവിടെ ചെയ്യാവുന്നത്? ആ സ്പോട്ടിൽ അവർക്ക് പ്രതികരിക്കാം. ആ ബസ്സിലുള്ള മറ്റു യാത്രക്കാരെ അവർക്ക് വിവരമറിയിക്കാം. അതല്ലെങ്കിൽ ആ ബസ്സിന്റെ ജീവനക്കാരെ അവർക്ക് വിവരമറിയിക്കാം. നിയമ സംവിധാനത്തെ അവർക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യനെ അയാളുടെ കുടുംബത്തിൽ, അയാളുടെ സമൂഹത്തിൽ, അയാളുടെ നാട്ടിൽ, അയാളെ സമൂഹ മൊത്തത്തിൽ അപമാനിക്കുന്ന രൂപത്തിൽ ആ വീഡിയോ പ്രചരിപ്പിച്ചപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വേദനയുണ്ടായി, മാനസികമായി പ്രയാസപ്പെട്ട് എന്നേക്കുമായി അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്ന, മരണപ്പെടുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയാണ് കാരണം. ഇതിൽ ആരാണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നുമല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതൊക്കെ നിയമ സംവിധാനങ്ങളുണ്ട്, അവർ നമുക്ക് പറഞ്ഞു തരട്ടെ ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റ്. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് സമൂഹ വിചാരണയ്ക്ക് വേണ്ടി ഒരാൾ എറിഞ്ഞു കൊടുക്കുകയല്ല, സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയല്ല. അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സർക്കാരുകളുണ്ട്, ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പുതിയ പുതിയ ട്രെൻഡുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റീച്ച് കൂട്ടാനും വ്യൂസ് കൂട്ടാനും ഒക്കെ ഈ രൂപത്തിൽ വീഡിയോകൾ ശേഖരിക്കാൻ വേണ്ടി, പ്രശസ്തി നേടാൻ വേണ്ടി, സമ്പത്ത് നേടാൻ വേണ്ടി, കണ്ടന്റുകൾക്ക് വേണ്ടി പരക്കം പായുകയാണ് യൂട്യൂബർമാർ. ഏത് രൂപത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു പുതിയ വീഡിയോ ഇടാൻ സാധിക്കുക, ഏത് വിഷയത്തിലാണ് ഇടാൻ സാധിക്കുക, അതിനുവേണ്ടി പരക്കം പായുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വൈരാഗ്യമുള്ള ആളുകൾ, നമുക്ക് വിദ്വേഷമുള്ള ആളുകൾ, അതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ മുതലെടുത്തുകൊണ്ട് പലരെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കാനും അവഹേളിക്കാനും കിട്ടിയ അവസരം മുതലെടുക്കുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾ അപമാനിക്കുകയും സമൂഹ മധ്യത്തിൽ നിരപരാധികളെ താറടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഗൗരവത്തോടുകൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ സ്വാധീനം, നമുക്ക് ചിലപ്പോൾ നല്ല സ്വാധീനം ഉണ്ടാകും, രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടാകും, അതല്ലെങ്കിൽ നിയമ സംവിധാനത്തെ പോലും കയ്യിലെടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകും.
വളരെ കൃത്യമായി കൊണ്ട് സംസാരിച്ച് നമ്മുടെ ഭാഗം കള്ളമാണെങ്കിലും അത് ക്ലിയർ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നിരപരാധിയെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിച്ചാൽ, ഒരു നിരപരാധിയെ സമൂഹത്തിന് മുമ്പിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ അപമാനിക്കുകയാണ് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി വൈരാഗ്യം തീർക്കാൻ അവർ എത്രയും താഴുമെന്നുള്ള, എത്രയും തരം സ്വന്തം പെൺമക്കളെ ബലിയാടാക്കിക്കൊണ്ട് തനിക്ക് വിദ്വേഷമുള്ളവനെ, തനിക്ക് പകയുള്ളവനെ, തനിക്ക് വെറുപ്പുള്ളവനെ സ്വന്തം പെൺമക്കളെ ബലിയാടാക്കിയിട്ടായാലും വേണ്ടില്ല പോക്സോ കേസിൽ പോലും അകപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ, സ്വന്തം ഭാര്യയെ ബലിയാടാക്കിയിട്ടായാലും പീഡനക്കേസിൽ ഉള്ളിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇതൊന്നും വളരെ അപൂർവമായ സംഭവങ്ങളല്ല. ഇവിടെയൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ഒരു നിരപരാധിയെ, ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യനെ ഇത്തരത്തിൽ നമ്മുടെ വെറുപ്പ് തീർക്കാൻ, നമ്മുടെ വിദ്വേഷം തീർക്കാൻ, നമ്മുടെ പക തീർക്കാൻ നാം ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ നീതിയുടെ ഒരു ലോകം വരുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്, ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടതുണ്ട്. നീ ഉൽമ നടത്തുമ്പോ, അനീതി നടത്തുമ്പോ, അക്രമം നടത്തുമ്പോ നീ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ നീതി നിനക്ക് നേരെ ഉണ്ടാകും. അവന് നീതി ലഭിക്കുന്ന ഒരു ശാശ്വതമായ ലോകമുണ്ട്. ഇന്ന് നിനക്ക് സ്വാധീനം ഉണ്ടാകും, ഇന്ന് നിനക്ക് ഒരുപാട് ശക്തി ഉണ്ടാകും, ഒരുപാട് കഴിവുകൾ ഉണ്ടാകും, സാമ്പത്തികമായ കഴിവുകൾ ഉണ്ടാകും. നീ തിരിച്ചറിയണം, അള്ളാഹുവിന്റെ കഴിവ് നിനക്ക് നേരെ അവൻ പ്രയോഗിക്കുമെന്നുള്ളത് നീ മറന്നു പോകരുത് എന്നത് നമ്മൾ തിരിച്ചറിയണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അതീവ ഗൗരവമേറിയ പല ഉപദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മുആദേ, ആക്രമിക്കപ്പെട്ടവന്, അനീതി കാണിക്കപ്പെട്ടവൻ, അവന്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. നിനക്കെതിരെ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ സ്വഹാബിയാണ്, ഞാൻ നിയോഗിച്ചവനാണ്. പക്ഷേ നീ ശ്രദ്ധിക്കണം, അള്ളാഹുവിനും അവനും ഇടയിൽ അവന്റെ ദുആക്ക് യാതൊരു മറയുമില്ല മുആദേ. അതുകൊണ്ട് ഒരാളെയും ആക്രമിച്ചു പോകരുത്, ഒരാളോടും അനീതി കാണിച്ചു പോകരുത്, ഒരാളെയും വേദനിപ്പിച്ചു പോകരുത് എന്ന് യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റു ചില റിവായത്തിൽ കാണാം, വഇൻ കാന കാഫിറ, അവൻ സത്യനിഷേധിയാണെങ്കിലും, മുസ്ലിമിന്റെ വിഷയമല്ല. വഇൻ കാന കാഫിറൻ, വേറെ ചില റിവായത്തുകളിൽ വഇൻ കാന ഫാജിറൻ, അവൻ പ്രത്യക്ഷത്തിൽ ഒരു തെമ്മാടിയായി ജീവിക്കുന്നവനാണെങ്കിലും, തോന്നിവാസിയായി ജീവിക്കുന്നവനാണെങ്കിലും, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ പക പോക്കാൻ വേണ്ടി, നമ്മുടെ വിദ്വേഷം തീർക്കാൻ വേണ്ടി ഇത്തരം പ്രവണതകളിലേക്ക് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാ. അതിന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാലും, അതിന് മറ്റേത് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും, അതിന് സമൂഹ മധ്യത്തിൽ നമ്മൾ അവനെ ഇകഴ്ത്താൻ പരിശ്രമിച്ചാലും, ഏതേത് രൂപത്തിലാണ് ഇത്തരം പ്രവണതകൾ നമ്മിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം, അതിൽ ഏറെ ഗൗരവത്തോടുകൂടെ അവിടുന്ന് പറഞ്ഞതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് പവിത്രമാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഈ ദിവസത്തെ പോലെ, ഈ സ്ഥലത്തെ പോലെ, ഈ മാസത്തെ പോലെ പവിത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അനുഭവിച്ച, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ചില രംഗങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ കാണുകയാണ്. എന്താണ് അവരിൽ കാണുന്നത്?
ചെമ്പിന്റെ വലിയ മൂർത്ത നഖങ്ങളെ കൊണ്ട് തന്റെ മുഖവും മാറിടങ്ങളും ഒക്കെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത നിന്ദ്യമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ സമീപത്തുകൂടെ ഞാൻ നടന്നുപോയി. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, അതാരാണ് ജിബ്രീലേ, എന്താണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹൗലാഇ യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം, ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിക്കുന്നവരായിരുന്നു അവർ. അവരുടെ കുറ്റവും കുറവും അന്വേഷിക്കുന്നവർ, അവരുടെ കുറ്റവും കുറവും പരസ്യപ്പെടുത്തുന്നവർ. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തിന് പുല്ലുവില നൽകാത്തവർ, അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ ചീന്തിയവർ, അവരായിരുന്നു അവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുമ്പോ പരലോകത്ത് എത്രമേൽ നിന്ദ്യതയാണ്. ഇവിടെ ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടേക്കാം, ഇവിടെ നമ്മുടെ വാശി തീർന്നേക്കാം, നമ്മുടെ പക മാറിയേക്കാം, നമ്മുടെ വിദ്വേഷം തീർന്നേക്കാം, നമ്മൾ അവനെ ഒന്ന് താറടിച്ചെന്നും അപമാനിച്ചെന്നും ഇല്ലാതാക്കിയെന്നും ഒക്കെ നമുക്ക് വീമ്പ് പറയാൻ സാധിച്ചേക്കാം. അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ നീതിയുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകും, നമ്മൾ നിന്ദ്യരായി പോകും, അവിടെ നമ്മൾ അവഹേളിക്കപ്പെടുമെന്നുള്ള ഇത്തരത്തിലുള്ള ഗൗരവമേറിയ താക്കീതുകൾ നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, നമുക്ക് മാറി ചിന്തിക്കാൻ പ്രചോദനമാകേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ഏത് രൂപത്തിലായാലും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും ചില വ്യക്തികൾക്കും ചില മാസങ്ങൾക്കുമൊക്കെ ചില പ്രാധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവും പ്രവാചകനും എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് അതേപടി ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളത്. നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ഹിജ്റ വർഷത്തിലെ 8ാമത്തെ മാസമായ ശഅബാൻ മാസത്തിലാണ്. റമദാനിന്റെ തൊട്ടു മുമ്പേ ഉള്ള മാസം. ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആ മാസത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, അള്ളാഹുവിന്റെ റസൂലെ, ശഅബാൻ മാസത്തിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ ഇത്ര ആവേശത്തോടെ ഉത്സാഹത്തോടെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രത്യേകമായ കാര്യമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه بين رجب ورمضان. ഉസാമ, റജബ് മാസത്തിന്റെയും അതുപോലെ തന്നെ റമദാനിന്റെയും വിശുദ്ധ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ, ആ റമദാനിന്റെയും അല്ലാഹു അർബഅത്തുൻ ഹുറും പവിത്രമാണ് എന്ന് പഠിപ്പിച്ച 4 മാസങ്ങളിൽ ഒരു മാസമായ റജബ് മാസത്തിന്റെയും ഇടയിൽ മനുഷ്യരിൽ അധിക പേരും അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. മാത്രമല്ല വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ, ഒരു വർഷത്തെ മനുഷ്യരുടെ അഅമാലുകൾ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം, എന്റെ അഅമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു മാസത്തെ
അതിന് പറ്റുന്ന രൂപത്തിൽ വേണം പരിഗണിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ആ ആദരവും ആ പരിഗണനയും നൽകുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോമ്പെടുക്കാൻ കഴിയുന്നവർ നോമ്പെടുക്കണം. അതിന് കഴിയാത്ത പ്രയാസമുള്ള ആരോഗ്യപരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും. അതിന് സാധിക്കാത്ത ആളുകൾ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദരിച്ച നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഇത് എന്ന ബോധ്യത്തോടെ സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.